വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ എൻ്റെ ഏതാനും അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ വൈദിക ജീവിതത്തിൽ എനിക്ക് അഭിമാനിക്കാൻ തോന്നുന്ന 2 സാക്ഷ്യങ്ങളുണ്ട്. അത് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത് അഹങ്കാരമായിട്ട് എടുക്കരുത്. അത് ആർക്കെങ്കിലും പ്രയോജനപ്രദമാണെങ്കിൽ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ പറയുന്നതാണ്. അതിലൊന്ന് ആദിവാസികൾക്ക് വേണ്ടി ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളാണ്. അത് പലരും വന്ന് നെറ്റി ചുളിച്ചു, ചിലരൊക്കെ അതിനെ ചോദ്യം ചെയ്തു. എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നത് സമൂഹത്തിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ആളുകളാണ്. ആരും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. എല്ലാവരുടെയും ചൂഷണത്തിന് വിധേയരാണവർ. സർക്കാർ പോലും അവരെ കൊള്ളയടിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് അവരുടെ ജീവിതം. ഇത് ഞാൻ ചന്ദനക്കാമ്പാറ ഇടവകയിൽ വികാരിയായിരിക്കെ യാദൃശ്ചികമായിട്ടെന്ന പോലെ സംഭവിച്ചതാണ്. എന്നും താഴെ എൻ്റെ ബൈക്കിന് പോകുന്ന സമയത്ത് മുറുക്കി ചോപ്പിച്ച ചുണ്ടുമായി, നരബാധിച്ച് ചീകാത്ത മുടിയുമായി, മുഷിഞ്ഞ വസ്ത്രവുമായി കുറേ പണിയർ വഴിയരികിൽ റേഷൻ കടയ്ക്ക് അടുത്ത് വന്ന് കുത്തിയിരിക്കും രാവിലെ തൊട്ട്. അത് ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് അവർ പോകില്ല. എന്തെങ്കിലും അവിടെ നിന്ന് കിട്ടാൻ വേണ്ടിയാണ് അവർ അങ്ങനെ. കുറേ ദിവസങ്ങൾ ഞാനിത് ശ്രദ്ധിച്ചപ്പോൾ ഇവരെവിടെയാണ് താമസിക്കുന്നത്, എന്താണ് ഇവരിങ്ങനെ ദിവസവും വന്നിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവരോട് ചോദിച്ച് അവരുടെ താമസ സ്ഥലം പയ്യാവൂരിൻ്റെയൊക്കെ മുകൾ ഭാഗത്ത് ചീത്തപ്പാറ കോളനിയിൽ നിന്നാണ് അവർ വരുന്നതെന്ന് മനസ്സിലാക്കി. ഞാനൊരു ദിവസം ബൈക്കെടുത്ത് അവരെ കാണാൻ പോയി ഒറ്റയ്ക്ക്. അവിടെ 30ഓളം പണിയ കുടുംബങ്ങളാണ് വളരെ ദയനീയ അവസ്ഥയിൽ ജീവിക്കുന്നത് ഞാൻ കണ്ടു. പിന്നീട് ഒരു പ്രാവശ്യം കൂടി ഒരു സുഹൃത്തിനെയും കൂട്ടി ഞാൻ അവരുടെ എല്ലാ വീടുകളും കയറി ഇറങ്ങി. അപ്പോൾ അവർ പട്ടിണിയുടെ അടിത്തട്ടിലാണ് അവർ ജീവിക്കുന്നത് എന്ന് മനസ്സിലായി. മാത്രമല്ല വളരെ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് അവരങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ഞാൻ പിന്നീട് പല മെഡിക്കൽ ക്യാമ്പുകളും അവിടെ ഏർപ്പാടാക്കി. അതിൽ കിട്ടാത്ത മരുന്നുകൾ മെഡിക്കൽ ഷോപ്പിൽ പോയി ഞാൻ വാങ്ങാൻ ചെന്നപ്പോൾ അങ്ങനെ ഒരു വ്യാപാരി വ്യവസായിയുടെ സെക്രട്ടറി ആയിരുന്ന ഒരു ഇച്ഛ, അതിൻ്റെ അടുത്ത കടയിലുണ്ടായിരുന്നയാൾ എൻ്റെ അടുത്ത് വന്ന്, ഫാദർ എങ്ങോട്ടാണ് ഈ ഉച്ചയ്ക്ക് ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്ന്, ഇതാർക്ക് വേണ്ടിയാണ് പോകുന്നത്? അപ്പോൾ ഞാൻ അയാളോട് വിവരം പറഞ്ഞു. ഞാനിങ്ങനെ ചീത്തപ്പാറ കോളനിയിൽ പോയി അവർക്ക് മെഡിക്കൽ ക്യാമ്പുകളിൽ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ആണ് ഞാൻ ഈ മരുന്ന് മേടിച്ച് കൊണ്ടുപോയി കൊടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആ ഇച്ഛ അതിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇടവക്കാരനായിരുന്ന സുഹൃത്തിനെ, കത്തോലിക്കനായി യുവാവിനെ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ അവിടെ കോളനി പോകുന്നതും അവർക്ക് മരുന്ന് കൊണ്ടുപോയി കൊടുക്കുന്നതൊന്നും നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയാണ് അത് പുറത്തറിഞ്ഞ ഇടയായത്. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പള്ളിയിൽ ഞാനൊരു പ്രസംഗത്തിൽ പറഞ്ഞു, ഞാനിങ്ങനെ കോളനി പോകുന്നുണ്ട്, അവരുടെ അവസ്ഥ വളരെ ഖേദകരമാണ്, അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതാണ്, അവർ ഇപ്പോൾ ഒരു വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മട്ടിലാണ് അവരുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ പോലും അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല, അവരുടെ വീടുകളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നവയാണ്. അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കരാറെടുക്കുന്ന ആളുകൾ അവരെ പറ്റിച്ച് വീടിൻ്റെ പകുതി പണി അല്ലെങ്കിൽ മുക്കാൽ പണി പൂർത്തിയാക്കി ബാക്കി അവസാനത്തെ പൈസ കൊണ്ട് അവർ മുങ്ങുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കരാറുകാരൻ എവിടെ നിന്നാണ് വന്നതെന്നോ അയാളുടെ മേൽവിലാസമോ അറിയത്തില്ലാതെ ആരോടും പരാതി പറയാതെ അങ്ങനത്തെ വീടുകളാണ് ഞാൻ അവിടെ കണ്ടത്. മുകളിൽ ചെടികളൊക്കെ വളർന്നു നിൽക്കുകയാണ് പല വീടുകളുടെയും മുകളിൽ പണി പൂർത്തിയാകാതെ. പിന്നീട് ഞാൻ അവരുടെ വീടിൻ്റെ പണികളൊക്കെ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ തന്നെ നേരിട്ട് പണി ഏറ്റെടുത്ത് കുറേ വീടുകളുടെ പണി അവിടെ പൂർത്തിയാക്കി. ഇടവകയിലെ വിവിധ സംഘടനകളെ കൂട്ടുപിടിച്ച് മാതൃവേദി, ക്രെഡിറ്റ് യൂണിയൻ, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ എന്നിവരെല്ലാം കൂട്ടുപിടിച്ച് ഞാൻ കോളനിയിൽ പല പരിപാടികളും നടത്തി, കൂട്ടുകൃഷികൾ നടത്തി. അതുപോലെ തന്നെ പാൽ വിതരണം ആരംഭിച്ചു. പാൽ കുടിക്കാൻ അങ്ങനെയാണ് അവർ ആദ്യമായിട്ട് പഠിച്ചത്. അതിനു മുമ്പ് അവർ പാൽ കുടിക്കുന്ന ശീലം അവർക്കില്ലായിരുന്നു. ഇത് ഞാൻ ചെയ്തതിൻ്റെ ഉദ്ദേശം പിന്നീട് ഉപജീവനത്തിന് വേണ്ടി പശുക്കളെ വാങ്ങിക്കൊടുത്താൽ അതിനെ വളർത്തി അവർക്കൊരു ആദായം ഉണ്ടാകുമല്ലോ എന്ന് കരുതിയാണ്. സമ്പാദ്യശീലം വളർത്താനായി സ്വാശ്രയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് 15 വർഷം കഴിഞ്ഞ്
ഒരു ദിവസം കോളനിയിൽ ഞാൻ വരുന്നുണ്ട് എന്നവരെ എല്ലാവരെയും കാണാൻ വരുന്നുണ്ട് എന്ന് അറിയിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കോളനിയിലുണ്ടായിരുന്ന എല്ലാ കുഞ്ഞു കുട്ടികളെയും എടുത്തുകൊണ്ട് സ്ത്രീകളും അതുപോലെ തന്നെ യുവജനങ്ങളും അതുപോലെ തന്നെ പ്രായമായ മുത്തശ്ശന്മാരും ഉൾപ്പെടെ വലിയ ഒരു ജനാവലിയാണ് എന്നെ കാണാൻ എൻ്റെ ചുറ്റിലും തടിച്ചുകൂടിയത് എന്നുള്ള അത് ഞാനിപ്പോൾ അഭിമാനത്തോടെ ഓർക്കുകയാണ്. ഇപ്പോഴും കോളനിക്കാർ എന്നെ കാണാനിവിടെ വരാറുണ്ട്. അവരുടെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ എന്നെ ക്ഷണിക്കാറുണ്ട്. ഞാൻ പോയി ആ കല്യാണത്തിൽ പങ്കെടുക്കാറുണ്ട്. 11 പെൺകുട്ടികളെ ചെമ്പേരി ഹോളി ക്രോസ് കോൺവെൻറ്റിൻ്റെ പഴയ കെട്ടിടത്തിൽ അവരെ ബോർഡിംഗ് ആയിട്ട് നിർത്തി പഠിപ്പിച്ച് SSLCയും കഴിഞ്ഞ് ഇപ്പോൾ 4 പേർ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരായി മാറിയിട്ടുണ്ട്. ഇത് പണിയരുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസം കിട്ടുന്നതും അതുപോലെ തന്നെ ഒരു സർക്കാർ ജോലി കിട്ടുന്നതും. വാസ്തവത്തിൽ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ഏറ്റവും ശരിയായ ഒരു ഭാഗമാണ് ഞാൻ ചെയ്തത് എന്നാണ് അഭിമാനത്തോടെ ഓർക്കുന്നത്. ഇത് സഭയുടെ തന്നെ ഒരു അജണ്ടയാക്കി മാറ്റേണ്ടതാണ്. വാസ്തവത്തിൽ നമ്മുടെ മിഷണറിമാരെല്ലാം വടക്കേന്ത്യയിൽ പോയി അരുണാചൽ പ്രദേശിലും ബീഹാറിലും ഒറീസയിലും ഒക്കെ പ്രവർത്തിക്കുന്നത് ഇതുപോലെയുള്ള ആദിവാസികളുടെ ഇടയിലാണ്. പക്ഷേ കേരളത്തിലുള്ളവർക്ക് മാത്രം അവരെ വേണ്ട എന്ന് പറയാൻ കാരണമെന്ത് എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം, കേരളത്തിൽ പ്രളയം വന്നപ്പോൾ 2018 ഞാൻ ആദ്യമായിട്ട് ഞാനിരുന്ന ഇടവക ബെഡൂർ 52 കുടുംബങ്ങൾ മാത്രമുള്ള ഒരു കുഗ്രാമം. ആദ്യമായിട്ട് ആ ഇടവകയാണ് 1 ഏക്കർ സ്ഥലം ഇവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത്. അത് വലിയ വാർത്തയായി വരികയുണ്ടായി. അത് പാരിഷ് കൗൺസിലും പൊതുയോഗവും ഒക്കെ അംഗീകരിച്ച് പിതാവിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് 1 ഏക്കർ സ്ഥലം 20 കുടുംബങ്ങൾക്കായി 5 സെൻറ്റ് വീതം എഴുതി കൊടുത്തു. പിന്നീട് അതിനുശേഷം ഇപ്പോൾ അവിടെ 14 കുടുംബങ്ങൾ ഉണ്ടായി വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനും സാധിച്ചു. ആ സാന്ത്വനം 18 എന്ന പദ്ധതിയിലൂടെ ആകെ 52 ഭൂരഹിത കുടുംബങ്ങൾക്ക് ഭൂമി നൽകാനും 21 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനും സാധിച്ചു. കേരളത്തിൽ ഭൂരഹിതരും ഭവനരഹിതരുമായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ട് എന്നുള്ളത് എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. സഭ ഒരു പദ്ധതിയായിട്ട് ഇതിനെ ഏറ്റെടുക്കേണ്ടതാണ്. നമ്മൾ വാസ്തവത്തിൽ അനുഷ്ഠാനങ്ങളുടെ പേരിൽ തർക്കങ്ങൾ ഉണ്ടാക്കുകയും അങ്ങനെ നമ്മുടെ എല്ലാ ഊർജവും വേസ്റ്റാക്കി കളയുകയും ചെയ്യുന്ന നേരത്ത് ഇതുപോലെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനും ഉദ്ധാരണത്തിനും വേണ്ടിയുള്ള പദ്ധതികൾ ഒരു ചെറിയ ഇടവകയിൽ ഇരുന്നു കൊണ്ട് ഒരു അച്ഛൻ ചെയ്തതാണെങ്കിൽ എത്രയോ വലിയ കാര്യങ്ങൾ കേരള സഭ വിചാരിച്ചാൽ റീതികൾക്കും അപ്പുറത്ത് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാൻ പൊതുവേദി നമുക്ക് വേണമെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ഇങ്ങനെ പറഞ്ഞതൊരു അഹങ്കാരമായി ആരും കരുതരുത്, ക്ഷമിക്കണം. പക്ഷേ ഇത് ഒരു അടിയന്തര പ്രശ്നമാണ്. നമ്മൾ പ്രശ്നങ്ങൾ നോക്കി കണ്ടു വേണം സഭയുടെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സഭയ്ക്ക് ഒരു മഹത്വം സമൂഹത്തിലുണ്ടാവുകയുള്ളൂ. ഉപ്പ് വളരെ നല്ലത് തന്നെ, പക്ഷേ ഉറകെട്ട് പോയാൽ ഉപ്പിനെ കൊണ്ട് എന്ത് പ്രയോജനം? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് ഉപകരിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനല്ല, അത് സാക്ഷാൽ നമ്മുടെ ഗുരുവാണ്.